നമസ്കാരം. തീരുവ തർക്കം തുടരുന്നതിനിടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 4 തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 4 തവണയും കോളുകൾ നിരസിച്ച മോദി ട്രംപിനോട് സംസാരിക്കാൻ വിസമ്മതിച്ചതായി ജർമ്മൻ പത്രമായ ഫ്രാങ്ക്ഫർട്ടൈൻ ആൽജമൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ മോദി ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിൽ പോകാനൊരുങ്ങുന്നതും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഉച്ചകോടിയിലേക്ക് ചൈനീസ് പ്രസിഡന്റ് സ്വാഗതം ചെയ്ത വാർത്തയുമൊക്കെ കണ്ടു. അമേരിക്ക ഉയർത്തുന്ന താരിഫ് യുദ്ധത്തിനെതിരെ ഇന്ത്യ, റഷ്യ, ചൈന അച്ചുതണ്ട് രൂപപ്പെടുമെന്ന ചർച്ചയൊക്കെ മൂർച്ഛിക്കവെയാണ് US കമ്പനിയുമായി $100 കോടി കരാർ ഇന്ത്യ ഒപ്പുവെക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. തീരുവ വിഷയത്തിൽ ഇന്ത്യ US ബന്ധം ഉലയുന്നതിനിടെ നിർണായക പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. US കമ്പനിയുമായി $100 കോടി കരാർ ഒപ്പിടാൻ ഇന്ത്യ തയ്യാറെടുത്തു കഴിഞ്ഞു. തേജസ് യുദ്ധവിമാനങ്ങളുടെ അത്യാധുനിക പതിപ്പായ LCA Mark 1A വിഭാഗത്തിലുള്ള എഞ്ചിനുകൾ വാങ്ങാനുള്ള കരാറിലാണ് ഇന്ത്യ ഒപ്പുവെക്കുക. GE404 വിഭാഗത്തിൽപ്പെട്ട 113 എഞ്ചിനുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. US കമ്പനിയായ GEയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സെപ്റ്റംബറോടെ കരാർ ഒപ്പിടുമെന്നും വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി കമ്പോളമായ അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അധിക തീരുവയുടെ കൊടുങ്കാറ്റ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കെട്ടുറപ്പിനെ സ്വാധീനിക്കുമെന്ന വിലയിരുത്തൽ കൂടി വരുന്നതിനിടെയാണ് തീരുവ തർക്കം മുറുകി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിൽ കൈകോർത്ത് ഇന്ത്യയും US എന്ന വാർത്ത വരുന്നത്. നമ്മളാകെ ഞെട്ടി. കാരണം ഇന്ത്യയും US തമ്മിൽ ഇനിയൊരു പ്രതിരോധ കരാർ ഉണ്ടാവില്ല എന്ന തരത്തിൽ വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. അതും $100 കോടി കരാർ എന്നത് വലിയൊരു കരാറാണ്. അമേരിക്ക ഇന്ത്യക്ക് അടിച്ചേൽപ്പിച്ച പ്രതിസന്ധിയെ മറികടക്കാനും അതിനെ അവസരമാക്കി മാറ്റാനുമുള്ള ശ്രമത്തിലാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. അതിനായി നയതന്ത്ര മാർഗങ്ങൾ, ബദൽ ആഗോള കൂട്ടായ്മകളും ഒക്കെ ഇന്ത്യ പരീക്ഷിക്കുന്നുണ്ട്. തീരുവയുടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതടക്കമുള്ള പരിഹാര നടപടികൾ നിലവിൽ ഇന്ത്യ ആലോചിക്കുന്നുമുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ആഗോള വ്യാപാരത്തിൽ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനും അധിക തീരുവ കാരണം ഉണ്ടാകാനിടയുള്ള സാമ്പത്തിക തിരിച്ചടിയുടെ ദുരിതം കുറയ്ക്കാനും ഇന്ത്യ ബഹുമുഖ സമീപനം സ്വീകരിച്ചു വരികയാണ്. തീരുവ തർക്കം ആരംഭിച്ചതിനു ശേഷം 2ാം തവണയാണ് US കമ്പനിയുമായി ഇന്ത്യ പ്രതിരോധ കരാർ ഒപ്പിടുന്നതും. LCA Mark 1A വിഭാഗത്തിൽപ്പെട്ട 97 യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് വ്യോമസേന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി 62,000 കോടി കരാർ ഒപ്പുവെച്ചിരുന്നു. നേരത്തെ വ്യോമസേനയ്ക്കായി വാങ്ങുന്ന LCA Mark 1A വിഭാഗത്തിൽപ്പെട്ട 83 യുദ്ധവിമാനങ്ങൾക്കായി 99 GE404 എഞ്ചിനുകൾ വാങ്ങാനും HALഉം GEയും തമ്മിൽ കരാറുണ്ട്. ഇത്തരത്തിലുള്ള 113 എഞ്ചിനുകൾ കൂടി വാങ്ങാനുള്ള കരാറിലാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇതോടെ ആകെ 202 GE404 എഞ്ചിനുകൾ GEയിൽ നിന്നും HAL വാങ്ങും. വ്യോമസേനയിൽ MiG-21 വിമാനങ്ങളുടെ സേവനം ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായാണ് തേജസ് വിമാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന പ്രതിരോധ നിരയിൽ കൂടുതലായി വിന്യസിക്കാനൊരുങ്ങുന്നത്. വ്യോമസേനയ്ക്ക് വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ എന്തായാലും കരുത്താകും. 97 തേജസ് Mark 1A യുദ്ധവിമാനങ്ങളാണ് വാങ്ങുന്നതിനായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 62,000 കോടി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനായുള്ള കരാർ ഉടൻ ഒപ്പിടും. കാലപ്പഴക്കം ചെന്ന MiG-21 യുദ്ധവിമാനങ്ങൾ സേനയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് പകരമാണ് തേജസ് വിമാനങ്ങൾ എത്തുക. 97 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ വരുന്നതോടെ തദ്ദേശീയ വിമാന നിർമ്മാണത്തിലൂടെ രാജ്യത്തെ ചെറുകിട സംരംഭങ്ങൾക്കും വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇതിനു മുൻപ് 40 തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു. ഇതിനെ അപേക്ഷിച്ച് Mark 1 പതിപ്പ് സാങ്കേതികമായി കൂടുതൽ മികച്ചവയാണ്. മെച്ചപ്പെട്ട ഏവിയോണിക്സ്, റഡാർ എന്നിവയാണ് തേജസ് Mark 1Aയുടെ പ്രത്യേകതകൾ. ഇതിനു പുറമെ വിമാനത്തിന്റെ 65% തദ്ദേശീയമായി നിർമ്മിച്ച ഘടകങ്ങളാണ്. തേജസിന്റെ Mark 2 പതിപ്പിന്റെ വികസനം അന്തിമഘട്ടത്തിലാണ്. തേജസ് Mark 2വിന്റെ 200 യൂണിറ്റുകൾ വ്യോമസേന വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ നിലവിൽ പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലുള്ള MSCയുടെ ഉൽപ്പാദനം തുടങ്ങിയാൽ 200 വിമാനങ്ങൾ വ്യോമസേന വാങ്ങിയേക്കും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയമായി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, എല്ലാ അർത്ഥത്തിലും ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒരു എക്കോണമി തന്നെയാണ് ഇന്ത്യ ആസൂത്രണം ചെയ്തത്. നിലവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ വിവിധ രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഭാവിയിൽ ഇന്ത്യ പൂർണ്ണമായും ആത്മനിർഭർ ഭാരതിലൂടെ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ പൂർണ്ണമായും അർത്ഥത്തിൽ ഒരു സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു വിപണി ഇന്ത്യ സ്വപ്നം കാണുന്നുണ്ട്. എന്നാലും അമേരിക്ക നൽകുന്ന സാമ്പത്തികമായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള പദ്ധതികളൊക്കെ ഇവിടെ ഇന്ത്യ നടത്തുന്നുണ്ട്. നോക്കൂ, പണ്ടൊക്കെയാണ്
ഈ ജിയോ പൊളിറ്റിക്സ്, അതായത് ഓരോ രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ആരുടെയെങ്കിലും ഇഷ്ടത്തിനനുസരിച്ചായി നമ്മൾ തീരുമാനമെടുത്തുകൊണ്ടിരുന്നത്. ആധുനിക ലോകത്തിൽ മാറി മാറി വരുന്ന ലോകക്രമത്തിൽ അങ്ങനെ ഒരു സ്ഥായിയായ ശത്രുവോ സ്ഥായിയായ ഒരു മിത്രമോ ഇല്ല. എന്താണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം, അതിനനുസരിച്ച് സൗഹൃദം സ്ഥാപിക്കുക, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക, ആരോടും കൂടുതലായി അടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് വേണ്ടുന്നത്. എന്തായാലും പ്രതിരോധ മേഖലയിൽ ഇന്ത്യ പുതിയ കാൽവെപ്പ് വെച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ.